ധോതി കഴിഞ്ഞു. ധോതിയല്ലേ? ഓടാ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നൈനിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് റെഡി ആവുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നൈനിൻ്റെ സ്കൂളിലെത്തി. കല്യാണി മേമൊന്നും ഉണ്ടാവില്ലേന്ന്. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും വന്ന ആളാണോ ഇത് നോക്കിയേ. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നല്ല കരച്ചിലായിരുന്നില്ലേ. ഇപ്പം നല്ല ഇൻട്രസ്റ്റ് ആണ് പോകാനും ഫുഡ് കഴിക്കാനും കളിക്കാനൊക്കെ. ഇപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു ദിവസം നിന്നോന്ന് പറഞ്ഞാലും ഒരു ദിവസം അങ്ങനെ നിൽക്കും. ഇപ്പോൾ സ്കൂള് പൂട്ടിയിട്ടാണുള്ളത്. ഇപ്പോൾ വെക്കേഷനാണ്. ജൂൺ 30 വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്കൂള്. ഇനിയിപ്പോൾ ജൂലൈ 1 മാത്രമേ തുറക്കൂ. 2 മാസം അങ്ങനെ ലീവാണിപ്പോൾ. അപ്പോൾ നമ്മൾ യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഷെല്ലാം ഇവിടെ കൊണ്ടുവച്ചല്ലോ. ഇപ്പോൾ ഒരു 10-15 ദിവസം സ്കൂളുണ്ടായിരുന്നു. ആ സമയത്ത് അലോട്ടനായിരുന്നു കേട്ടോ സ്കൂളിൽ കൊണ്ടുവിട്ടത്. ഇനിയിപ്പോൾ സ്കൂൾ ബസ്സിൽ പോകാൻ തുടങ്ങും. നൈനൂന് 22 സൈസ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് നോക്കിയിട്ട് ചെറുതാണോ വലുതാണോ നോക്കിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. സാധാരണ നൈനൂന് 22 സൈസാണ് ഡ്രസ്സ് എടുക്കുക. ഏതായാലും ഇതൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ അവരുടെ യൂണിഫോം വരുന്നത്. വൈറ്റ് ഷർട്ടും ഗ്രേ ട്രൗസറാണ്. ട്രൗസർ കം സ്കേർട്ടാണ് കേട്ടോ. ഇടുമ്പോൾ ട്രൗസർ പോലെയും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അത് സ്കേർട്ട് പോലെയാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതില്ലാന്ന് തോന്നുന്നു. കുറച്ച് ബാക്കോട്ട് പോയാൽ മതി. इसके ऐसे ही है ना ये वैसे ही है। हाँ बड़ा പിന്നെ നമ്മൾ 20 സൈസും കൂടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. 20 സൈസ് എടുക്കുമ്പോൾ ട്രൗസർ ചെറുതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ 20 സൈസ് ഷർട്ടും 22 സൈസ് ട്രൗസറാണ് എടുത്തത്. ധോതി കഴിഞ്ഞു. ധോതിയല്ലേ? ये कितना हो गया था? ये 1740. जैसे कितना? दो शर्ट 2 पैंट. एक शर्ट 4. അങ്ങനെ നമുക്ക് യൂണിഫോം കയ്യിൽ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളൊരു വൈറ്റ് സ്കേർട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിക്കാനുള്ളത് സോക്സ്, ഷൂസ്, പിന്നെ ഒരു ടീഷർട്ടും കൂടിയുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നാട് ഒരു ബത്തൊക്കെ മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മാതിരി ചൂടാട്ടോ പുറത്ത്. 43, 44ഒക്കെയാണ് ചൂട് ഇവിടെ. നാട്ടിലും നല്ല ചൂടല്ലേ. നമ്മൾ വീടിൻ്റെ പുറത്ത് അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് പുറത്തെ ചൂട് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ പുറത്ത് പോയിട്ട് വരുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവിട്ടിട്ട് അലോട്ടൻ തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഇത് പൈനാപ്പിൾ നമ്മളെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്, കാമട്ടി മാർക്കറ്റിൽ നിന്ന്. ചൊറിയും ഞാനും ഇത് കൊണ്ടുവന്നപ്പോൾ തൊട്ടുണ്ട് പറയുന്നു മുറിച്ചതാന്ന്. അങ്ങനെ വീഴ്ച മുറിച്ച് കൊടുക്കാമെന്ന്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് മുറിക്കാനൊന്നും അറിയില്ല കേട്ടോ. നാട്ടിലുണ്ടാവുന്ന സമയത്ത് അമ്മയെ ഒന്ന് മുറിച്ചതാന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് മുറിച്ച് തരും. കഴിക്കാനങ്ങ് പോയാൽ മതി. ഇവിടെ ആകുമ്പോൾ നമ്മ മുറിച്ചല്ലേ പറ്റൂ. ഇങ്ങോട്ട് വാ. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. സൂപ്പർ പറഞ്ഞാൽ ക്യാമറ പോലെ സൂപ്പർ പറയട്ടെ. ആള് നല്ല സൂപ്പർ എന്ന് പറഞ്ഞെങ്കിലും കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. മധുരം കുറവായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. இந்த
ചീനിയല്ലേ? ഞാനിതെല്ലാം മുറിച്ച് വെച്ചിട്ടാകുമ്പോൾ ഓള് വേറെ പരിപാടി തുടങ്ങിയിട്ടാടാ. ഇതെന്നെ എപ്പോഴും ഇല്ല പരിപാടി. ഞാൻ എന്തെങ്കിലും ഇവിടെ പണിയെടുക്കാൻ വരുമ്പോൾ കസേര എടുത്തിട്ട് വരും, എന്നിട്ട് ഇതിൻ്റെ മേലെ കയറും, എന്നിട്ട് ഓരോ സാധനം ഇങ്ങനെ എടുക്കും. കസേര വേണ്ട, ഇറങ്ങ് ഇറങ്ങ് ഇങ്ങോട്ട് ഇറങ്ങ്, ബേ ഇറങ്ങണേ ഇങ്ങോട്ട്. ഇരിക്കേണ്ട ഫോട്ടോ ഒന്നുമില്ല, ബേ ഇറങ്ങ്. മുന്നേ എല്ലാം വലിയ കസേരയായിരുന്നു കേട്ടോ എടുത്തിട്ട് വരല്, വലിയ കസേര, സ്റ്റൂള്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കുഞ്ഞു കസേര എടുത്തിട്ട് നടക്കുക. ഇതിൻ്റെ മേലെ കഴുത്തി മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി വേണം, അമ്മയെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് പാത്രമെല്ലാം കഴുകി തരും കേട്ടോ. ഇന്നിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കോളി ഉണ്ട്, മഷ്റൂം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബ്രോക്കോളി പിന്നെ ഇവിടെ മാർക്കറ്റിൽ എവിടെ കണ്ടാലും അളവട്ടം മേടിക്കും. ഇത് 3 കിലോ ഒരുമിച്ച് വാങ്ങിച്ചാൽ കേട്ടോ. 1 കിലോന് 60 രൂപ 70 രൂപ അങ്ങനെ ഉണ്ടായതാണ്. സമയത്ത് 3 കിലോ വാങ്ങിച്ചതാണ്. ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് വെക്കാം. നമ്മൾ ചില സമയത്ത് ബ്രോക്കോളി മാത്രമേ ഉണ്ടാക്കൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ബ്രോക്കോളി നല്ലോണം അതിന് കഴിക്കും. ബ്രോക്കോളി മഷ്റൂമും ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടാണ് വെക്കുന്നതാണെങ്കിൽ മഷ്റൂം മാത്രമേ കഴിക്കൂ കേട്ടോ, ബ്രോക്കോളി കഴിക്കുകയില്ല. അങ്ങനത്തെ ഒരു സൈക്കോ നൈനുമാണ് നമ്മളെ. ഇനി ഏതായാലും കറി വെക്കട്ടെ കേട്ടോ. ഇനി ഫോണും പിടിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. നൈനും ഇങ്ങനെ കയറി വരും. അങ്ങനെ കറിയായിട്ട് നൈനു ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മഷ്റൂമും ബ്രോക്കോളിയും ഒന്നിച്ച് വെക്കുന്ന സമയത്ത് അധികം മസാലയൊന്നും ഇടാറില്ല കേട്ടോ ഞങ്ങൾ. ചോറ് കഴിച്ച ഉടനെ നൈനുവിനെ ഉറക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയായി ഏകദേശം. ഞാനും ഉറങ്ങിപ്പോയി, അലവോട്ടനെ ഉറങ്ങുന്നുണ്ട്. ഒരു 4 മണിയാകുമ്പോൾ വെള്ളം വരും. എന്നിട്ട് ആ സമയത്ത് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇന്ന് ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്. നൈനുവിനെ കുറേ വിളിച്ചു കേട്ടോ, എണീക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റക്കനെ പോയിട്ട് വരാമെന്ന്. നമ്മളൊരു ദീദിയും ഫാമിലിയും ഇന്ന് പോസ്റ്റിങ് പോകാമെന്ന്. നമ്മളെ ക്വാർട്ടറിൻ്റെ തൊട്ട് പറക്കലാണ് കേട്ടോ ക്വാർട്ടർ. നമ്മളിവിടെ തന്നെ വേറൊരു ക്വാർട്ടറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ 2 ഫാമിലിയും ഒരേ ബ്ലോക്കിലായിരുന്നു, അപ്പുറത്തിപ്പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് ദൂരമായിപ്പോയി. ഇതാണ് അവരെ ക്വാർട്ടർ. നമ്മളെ ക്വാർട്ടർ അങ്ങ് പച്ച ഷീറ്റിട്ടതിൻ്റെ അപ്പുറത്താണ്. ഇതിൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ പോസ്റ്റിങ് പോയിട്ടുണ്ടായിരുന്നത് പഞ്ചാബിൽ. അത് കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി ഇപ്പോൾ അവരുടെ താമസിക്കുന്നത്. 4:30 പോകുന്നു പറഞ്ഞത് 4 മണി. പാക്കിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. അവരെ മോനാട്ടോ ഇത്. ചെറുത് ट्रक कितना बजे जा रहे हैं? जाएंगे वही कुछ 15-20 मिनट। 6 बजे की ट्रेन है। अगर यहाँ से हम निकलेंगे तो 5:30 को रेलवे स्टेशन पहुँचेंगे, यानी 2 घंटे। ठीक है। कहाँ है मम्मी? कहाँ है? अंदर। നമ്മളെ മുന്നേ ഉണ്ടാകുന്ന സമയത്ത് ഞാനാക്കി കൊടുക്കാം കേട്ടോ. ഹാപ്പി ഫാമിലി. ദീദി പോകുന്ന സമയത്ത് ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നു കേട്ടോ. ഇത് ഗിഫ്റ്റാണ്. അത് ബാക്കിലുള്ളത് ദീദിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. ദീദിയുടെ ഡെലിവറിക്ക് വന്നതാണ്. ഡെലിവറിക്ക് മുന്നേ വന്നു, അതിനുശേഷം പോയിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ 1.5 വയസ്സായി കേട്ടോ. അവൻ്റെ പേര് യുവരാജ് എന്നാണ്. ആദ്യം യുവരാജും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. നൈനുവിന് 1 വയസ്സ് കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് നാഗ്പൂരേക്ക് വന്നത്. ആ സമയത്ത് നൈനു ഫസ്റ്റ് ആദിന്നാട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ദീദി പറഞ്ഞു ആദിന്ന് വിളിക്കാൻ പാടില്ല, ദാദാന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദാദാന്ന് വിളിച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ പിന്നെ ആദിന്നാട്ടോ വിളിക്കുക. നമ്മൾ ഏകദേശം 3 വർഷത്തെ പരിചയമാണ് കേട്ടുള്ളത്. ദീദി ഇവിടെ വന്നിട്ട് ഏകദേശം 5 വർഷത്തിന് മേലെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ നാഗ്പൂരിലെ ഫൗജി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവുക കേട്ടോ. മമ്മി നൈനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. പൂജ ചെയ്യുന്ന സമയത്ത് ലഡു എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ലഡു എടുത്ത് കൊടുക്കുന്ന ടൈപ്പായിരുന്നു നൈനു. അങ്ങനെ ദീദിയും പോയി. ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ ഞങ്ങളും പോകും. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ ക്വാർട്ടറിലേക്ക് എത്തിയിട്ടോ. ഇനി നമ്മൾ നേരെ സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സ്വിമ്മിങ്ങിന് പോകണമെങ്കിൽ പാസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള 2 പാസ്സാണ്. അലവോട്ടൻ പാസ്സാക്കിയിട്ടുണ്ട്. ഇതുവരെ അലവോട്ടൻ വന്നിട്ടില്ല കേട്ടോ. ഞാൻ നൈനു മാത്രമേ പോയിട്ടുള്ളൂ. നൈനുവിൻ്റെ ഡ്രസ്സ് അവിടെ പോയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് അവിടെ തന്നെയാണ് കേട്ടോ സ്വിം ചെയ്യാറ്. അങ്ങനെ 4 to 5 ടൈമിങ്. ജെൻസിന് വേറെ ലേഡീസിന് വേറെ കേട്ടോ.
നൈനുവിനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നീന്തൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ നൈനുവിന് തലയിൽ കൂടി വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം കിട്ടുകയില്ല. ഇപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ പോയിട്ടോ. ഇപ്പോൾ ഒരു 15 സെക്കൻഡൊക്കെ വെള്ളത്തിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും നൈനുവിന്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് പോകണം. അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാണ് നൈനുവിൻ്റെ സ്വിമ്മിങ് ഡ്രസ്സ്, ഫുൾ സെറ്റപ്പ്. എനിക്കിനി തലയിൽ ക്യാപ്പ് ഇടണം. നീന്തലിൻ്റെ വീഡിയോ എടുക്കാനൊന്നും ഇവിടെ പെർമിഷൻ ഇല്ല കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ നീന്തൽ കഴിഞ്ഞിട്ട് നേരെ പോവാം കേട്ടോ. അപ്പോഴത്തേക്ക് അലവട്ടം കൂട്ടാൻ വന്നു. കരച്ചിച്ചേ കള് പറയും നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിഷയം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.